നമസ്കാരം. ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത് ടൊവിനോ തോമസ്, സൗബിൻ ഷാഹിർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ നടികർ ആൽബി ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിന്റെ സംഗീതം യാക്സൺ ഗാരി പെരേര, നേഹ നായർ എന്നിവരാണ് കൈകാര്യം ചെയ്ത്. സുവിൻ എസ് സോമശേഖരനാണ് ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. സിനിമയ്ക്കുള്ളിലെ സിനിമയാണ് നടികർ എന്ന ചിത്രം പ്രമേയമാക്കുന്നത്. ഡേവിഡ് പടിക്കലാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രം. മലയാള സിനിമയിലെ യങ് സൂപ്പർ സ്റ്റാർ. ആദ്യത്തെ 3 ചിത്രങ്ങളും സൂപ്പർ ഹിറ്റുകൾ. പക്ഷേ സ്റ്റാർ ആയതോടുകൂടെ അയാൾ ആകെ മാറിയിരിക്കുന്ന സാഹചര്യമാണ്. അയാളുടെ ജീവിതം, ആറ്റിറ്റ്യൂഡ്. അതേസമയം അയാളുടെ ഈ ഇടയ്ക്ക് വന്ന ചിത്രങ്ങൾ പരാജയപ്പെടുകയും ചെയ്യുന്നു. ട്രെയിലറിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ വിശദമാക്കിയിട്ടുള്ളതാണ്. സിനിമയ്ക്കുള്ളിലെ സിനിമാ താരങ്ങൾ തന്നെ പ്രധാന കഥാപാത്രങ്ങളായി വരുന്നതൊക്കെ മുന്നേയും മലയാള സിനിമയിൽ ഏറെ കണ്ടിട്ടുള്ളതാണ്. നടികരിലെത്തുമ്പോൾ താരം, നടൻ, വ്യക്തി എന്ന നിലയിൽ ഈ കാര്യങ്ങളെ പരിഗണിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ്. ആ രീതിയിൽ ഒരു വ്യത്യസ്തത നിലനിൽക്കുന്ന സമയത്തും കഥാപാത്രത്തിനെയോ പശ്ചാത്തലത്തെയോ വലിയ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ നടികറിന് സാധിച്ചിട്ടില്ല എന്നാണ് അനുഭവപ്പെട്ടത്. ടൊവിനോ തോമസ് ആണ് സൂപ്പർ സ്റ്റാർ. ഡേവിഡ് പടിക്കലായി എത്തുന്നത്. സ്റ്റാർഡം അത് അയാൾ എൻജോയ് ചെയ്യുന്നത്, അത് അയാളുടെ ക്യാരക്ടറിൽ മൊത്തത്തിൽ ഉണ്ടാക്കിയെടുത്ത മാറ്റങ്ങൾ എന്ന നിലയിൽ തൻ്റെ ഇഷ്ടത്തിന് കാര്യങ്ങളൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഡേവിഡ് പടിക്കലിനെയാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത്. പിന്നീട് ആ കഥാപാത്രത്തിൻ്റെ ഒരു ജേണിയാണ് സിനിമ പ്രധാനമായും ചർച്ച ചെയ്യുന്നതും. അതിൽ ടൊവിനോയുടെ ലുക്ക്, ആറ്റിറ്റ്യൂഡ് എന്നിവയൊക്കെ മാച്ചിങ് ആണ്. വ്യക്തിയായിരിക്കുന്ന സമയത്തും നടനായിരിക്കുന്ന സമയത്തുമുള്ള ആക്ഷൻസ്, വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങൾ അഭിനയിക്കുമ്പോൾ വരുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ ചില മൈന്യൂട്ട് എക്സ്പ്രഷൻസ് ഒക്കെ ടൊവിനോ രസകരമായി തന്നെ ചെയ്തിട്ടുണ്ട്. സിനിമയ്ക്കുള്ളിലെ കഥാപാത്രമായി വരുന്ന സമയത്തെ ഡയലോഗ് ഡെലിവറി ചില സ്ഥലങ്ങളിൽ അത്ര സിങ്കായി അനുഭവപ്പെട്ടിട്ടുമില്ല. രണ്ടാം പകുതിയിൽ തിരക്കഥ ആ കഥാപാത്രത്തിൻ്റെ ഇമോഷൻസിനെ കാര്യമായി പരിഗണിക്കാതിരിക്കുന്ന സമയത്തും ടൊവിനോയുടെ എഫേർട്ട് എന്നത് പരാമർശിക്കേണ്ടത് തന്നെയാണ്. സൗബിൻ ഷാഹിറാണ് മറ്റൊരു പ്രധാന വേഷത്തിലെത്തുന്നത്. ആക്ടിംഗ് കോച്ചിൻ്റെ റോളിലാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് പിന്നീട് അയാളുടെ ഒരു സ്കിൽ ഡേവിഡിന് മനസ്സിലാവുന്ന സമയത്ത്, അതായത് ചായക്കടയിലെ സീൻ, ഇന്ദ്രൻസുമായിട്ടുള്ള സീൻ, അതൊക്കെ രസകരമായിരുന്നു. ആ ഒരു ലൈഫ് ഫീൽ ചെയ്തിരുന്നു. പോകെ സൗബിൻ്റെ കഥാപാത്രത്തിന് കാര്യമായി ഒന്നും ചെയ്യാനില്ല എന്ന പോലെയാണ് തോന്നിയത്. മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ചില സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് ഈ കഥാപാത്രത്തിൻ്റെ റെലവൻസ് എന്താണ് എന്ന ചോദ്യം കൂടെ വരുന്നുണ്ട്. പ്രകടനം നോക്കിയാലും മൊത്തത്തിൽ മോശമാക്കിയിട്ടില്ല എന്നേ തോന്നിയുള്ളൂ. ഒരു ഐഡൻറ്റിറ്റി ആ കഥാപാത്രത്തിൽ പലപ്പോഴും മിസ്സിംഗ് എന്ന ഫീലാണ് ഉണ്ടായത്. ഇവരെ കൂടാതെ ഒട്ടനവധി ആൾക്കാർ സിനിമയിൽ വന്നു പോകുന്നുണ്ട്. ഏറെ പരിചയമുള്ള ആൾക്കാർ വരെ മിന്നായം പോലെ സ്ക്രീനിൽ വന്നു പോകുന്നതും കാണാം. ഭാവന സിനിമയിൽ കാര്യമായി ഒന്നും ചെയ്യാനില്ല എന്നാണ് തോന്നിയത്. ബാലു വർഗീസ്, സുരേഷ് കൃഷ്ണ എന്നിവർ ഡേവിഡിൻ്റെ സന്തത സഹചാരികളായി എത്തുന്നു. നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. സുരേഷ് കൃഷ്ണയുടെ കോമഡികളിൽ മിക്കതും വർക്കായിരുന്നു. രഞ്ജിത്ത്, മധുപാൽ, ചന്തു സലിംകുമാർ, ഗണപതി, ഇന്ദ്രൻസ് എന്നിവരൊക്കെ സിനിമയിലുണ്ട്. അനൂപ് മേനോൻ ഒട്ടും കൺവിൻസിംഗ് ആയി അനുഭവപ്പെട്ടില്ല. അത് അത്രയും പ്രധാനപ്പെട്ട സീനായിരുന്നു എന്നുള്ളതുമാണ് വാസ്തവം. ടെക്നിക്കൽ സൈഡ് നോക്കിയാൽ ഫ്രെയിംസ് ഒക്കെ റിച്ച് ആണ്, ഗ്രാൻഡ് ആണ്. ഡേവിഡിൻ്റെ ലൈഫൊക്കെ കാണിക്കുമ്പോൾ ആ രീതിയിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നതുമുണ്ട്. പാട്ടുകളൊന്നും അങ്ങനെ ഗംഭീരമായി അനുഭവപ്പെട്ടില്ല. പശ്ചാത്തല സംഗീതവും പലയിടത്തും ഒരു സിങ്ക് ഫീൽ ഉണ്ടായിട്ടില്ല. എഡിറ്റിങ്ങിൽ വരുമ്പോൾ ഡേവിഡിൻ്റെ മനസ്സ് എന്നത് നമുക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ കുറച്ച് ഷോർട്സ് ഇങ്ങനെ വരുന്നുണ്ട്. അത് റിപ്പീറ്റേഷൻ ആയിട്ടാണ് തോന്നിയത്. കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റ് കൂടെ മെൻഷൻ ചെയ്യേണ്ടതാണ്. നല്ല വർക്കായിരുന്നു. നടികർ എന്ന സിനിമയുടെ കോർ ഐഡിയ എന്നത് കൊള്ളാം. ഒരു സൂപ്പർ സ്റ്റാർ, അയാളുടെ നടനെ, വ്യക്തിയെ, അയാളുടെ ഭൂതകാലത്തെ, ഇന്നത്തെ അയാളുടെ എന്നിങ്ങനെ ആ കഥാപാത്രത്തെ തന്നെ ഫോക്കസ് ചെയ്ത് അയാൾക്കൊപ്പമുള്ള യാത്ര എന്ന നിലയിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള സിനിമയ്ക്കുള്ളിലെ സിനിമ എന്നതിൽ നിന്നും ഒരു വ്യത്യാസമുണ്ട്. ഒരു ഘട്ടത്തിൽ തന്നെ ഒന്ന് റീഇൻവെൻറ്റ് ചെയ്യാനുള്ള ഫേസും രസകരമായി തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ബേസിക് ഐഡിയയിൽ നിന്നും അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോഴാണ് നടികർ നേരിടുന്ന പ്രശ്നങ്ങളും വരുന്നത്. നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ചിരിക്കാനുള്ള നിമിഷങ്ങളുണ്ട്, ഇൻട്രസ്റ്റിംഗ് ആയ ചില സെക്ഷൻസ് ഉണ്ട്. പക്ഷേ ഡേവിഡ് പടിക്കൽ എന്ന കഥാപാത്രത്തെ പ്രേക്ഷകരുമായി അടുപ്പിക്കാൻ പറ്റിയോ എന്നത് സംശയമാണ്. അയാളുടെ കഴിഞ്ഞ കാലം എന്നതൊക്കെ ചില സൂചനകൾ നൽകുന്നു എന്നതിൽ നിന്നും ഒരു ഇമോഷണൽ കണക്ഷൻ നൽകാനും സാധിച്ചിട്ടില്ല. ആ ഒരു കഥാപാത്രത്തോട് അങ്ങനെ ഒരു കണക്ഷൻ വരാതിരുന്ന സമയത്ത് ക്ലൈമാക്സിലെ സീൻ കൂടെ ആകുമ്പോൾ ഒട്ടും ഇമ്പാക്റ്റ് ഇല്ലാതെ പോവുകയാണ്. ആ കഥാപാത്രത്തെ പലയിടങ്ങളിലും ആഴത്തിൽ സമീപിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നി. പക്ഷേ അതിൻ്റെ ലെയേഴ്സ് മികവോടെ കൊണ്ടുവരാനോ ഇമ്പാക്റ്റുള്ള ഒരു കാഴ്ചയാക്കി മാറ്റാനോ സാധിച്ചിട്ടില്ല എന്നത് ഒരു പ്രധാന വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കണ്ടുപോകുന്നു എന്നല്ലാതെ ഉയർച്ച താഴ്ചകളോ ആകാംക്ഷയോ ഒന്നും അങ്ങനെ കാര്യമായി ഫീൽ ചെയ്യുന്നില്ല. സൗബിൻ്റെ കഥാപാത്രത്തെ കൊണ്ടുവരുന്ന സമയത്തും ഇടയ്ക്ക് ആ കഥാപാത്രം ശരിക്കും എന്താണ് എന്നത് തന്നെ വിട്ടുപോകുന്ന പോലെ തോന്നി. ഈ കഥാപാത്രം അവസാനം ഡേവിഡിനോട് പറയുന്ന ചില കാര്യങ്ങളുമുണ്ട്. അത് പറയുമ്പോൾ നമ്മളും അത് മനസ്സിലാക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അതുവരെയുള്ള കാഴ്ചകളിലൂടെ ആ ഒരു ഫീൽ ലഭിക്കുന്നുമില്ല. ഓവറോൾ ലാൽ ജൂനിയർ ഗ്രാൻഡായി തന്നെ എടുത്തിട്ടുണ്ട്. ടൊവിനോ കൊള്ളാം. ബേസിക് ഐഡിയ എന്നതും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പക്ഷേ ആ ഐഡിയയെ മികച്ച രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു തിരക്കഥ അല്ലാതെ ആയിപ്പോയി എന്നാണ് പ്രധാന പ്രശ്നമായി അനുഭവപ്പെട്ടത്. താരത്തിൽ നിന്നും നടനിലേക്കുള്ള യാത്ര എന്നത് അതുകൊണ്ട് തന്നെ ഫ്ലാറ്റായ കാഴ്ചയായി മാറുന്നു. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.